ചൂടാക്കി കഞ്ഞിയുടെ മുകളിലേക്ക് അല്പം പയറുതോരനും ചമ്മന്തിയും കൂടെ വെച്ചു. അച്ചാർ മറ്റൊരു ചെറിയ ബൗളിലെടുത്തു ടേബിളിൽ കൊണ്ടുവച്ചു. ഒരു സ്പൂണും കൂടി അവന് നേരെ നീട്ടി. നീ കഴിച്ചോ? ആ. അവൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവളും മറ്റൊരു പാത്രത്തിൽ അല്പം കഞ്ഞിയെടുത്തുകൊണ്ട് വന്നു അവൻ്റെ അടുത്തായിരുന്നു. കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. സ്പൂൺ പോലും ഇല്ലാതെ കൈകൊണ്ട് വാരി കഴിക്കുന്നവളെ നോക്കിയിരുന്നവൻ അവൾ കുറച്ച് ചമ്മന്തിയും പയറും കൂട്ടി കൈകൊണ്ട് കഞ്ഞി കോരി അവന് നേരെ നീട്ടി. നല്ല ക്ഷീണം കാണും, കഴിക്കും. അവളുടെ വാക്കിൽ എന്തോ ഒന്ന് മറഞ്ഞിരിപ്പില്ലേ. അവൻ പുരുകൻ ചുളിച്ചൊന്ന് നോക്കിയിട്ട് വാ തുറന്നതങ്ങ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. അവൻ വീണ്ടും വീണ്ടും വാ തുറന്നു. ഗൗരിയെ കഴിപ്പിക്കുന്ന പോലെ അവൾ അവനെ കൊണ്ട് മുഴുവനും കഴിപ്പിച്ചു. അതിനുശേഷം പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുമ്പോഴാണ് പിന്നിലൊരനക്ക്. ഞാൻ ആദ്യമായിട്ടാ ഇത്രയും ടേസ്റ്റുള്ള ആഹാരം കഴിക്കുന്നേ. വയറ് നിറഞ്ഞു. അവളുടെ ചോദ്യം. വയറ് മാത്രമല്ല, മനസ്സും. പിന്നെ ഈ ടീഷർട്ട് നിൻ്റെയാ? എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. പിന്നെന്താ കുഴപ്പം? അവൾ 2 പാത്രവും കഴുകി കമഴ്ത്തി വെച്ചു. ഇട്ടിരുന്ന ടോപ്പിൽ കൈകളൊന്ന് തുടച്ചു. അവന് നേരെ തിരിഞ്ഞു. ഓ, അതാണ്. അവൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി. എന്ത്? അല്ല, അതാണ് നെഞ്ചിൻ്റെ ഭാഗമെല്ലാം എനിക്കെതിരെ ലോസ്. ഇതിങ്ങനെ ഇരിക്കുകയല്ലേ എന്നെ കൊതിപ്പിക്കാൻ വേണ്ടി. പറഞ്ഞതിനൊപ്പം തന്നെ അവൻ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നോട് ചേർത്തിരുന്നു. സമയം എത്രയെന്നറിയൂ? അവളുടെ ചോദ്യം. എത്രയാലും എന്താ, കിടക്കണ്ടേ? മൂളുന്ന കൂട്ടത്തിൽ തന്നെ ഇടുപ്പിൽ പിടിച്ചിരിക്കുന്ന കൈകൾക്ക് ഒരു മുറുക്കും. ഗോവിന്ദ്, ഇവിടെ കിടന്നോളൂ, ഞാനും മോളും അപ്പുറത്തെ മുറിയിൽ കിടക്കാം. അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. എന്താ, എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ ഗീതാ വിശ്വനാഥിനെ? അങ്ങനെയല്ല, കട്ടിൽ ചെറുതാ, 3 പേർക്കും കൂടി കിടക്കാൻ ബുദ്ധിമുട്ടാ. സാരില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അവളൊന്ന് നോക്കിയവൻ വല്ലാത്തൊരു നോട്ടം. ഗീത മുഖം തിരിച്ചു കളഞ്ഞു. ഇരുവർക്കുമിടയിൽ വലിയൊരു മൂകത തളം കെട്ടി നിന്നു. അവനറിയില്ല അവളെ എങ്ങനെ സ്നേഹിക്കണമെന്ന്, എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു കൺഫ്യൂഷൻ. ഒരുപാട് സമയം വേണ്ടി വരും പരസ്പരം ഒന്ന് മനസ്സിലാക്കുവാൻ. എങ്കിൽ കിടന്നാലും? അവളിലെ പിടിയയച്ച് ഗോവിന്ദ്. ഏന്തിയും വലിഞ്ഞും ഗീത മുൻപേ നടന്നു. എന്തു പറ്റി കാലിന്? പിന്നിൽ നിന്നും അവൻ്റെ ചോദ്യം. പടിയിലൊന്ന് തട്ടിയതാ. അപ്പോൾ വേദനയില്ലായിരുന്നു, ഇപ്പം ചെറിയ വേദന. തിരിഞ്ഞു നോക്കിയതിന് മുമ്പ് തന്നെ അവൾ നിലത്തെന്നും ഉയർന്നിരുന്നു. ഗോവിന്ദ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കുഴപ്പമുണ്ട്. അവൻ അവളെ ബെഡിൽ കൊണ്ട് കിടത്തി. ശേഷം നിലത്ത് കുത്തിയിരുന്നു. 0 ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ റൂമിൽ. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖഭാവം വ്യക്തമല്ല. നിലത്തിരുന്നു കൊണ്ടവൻ ഫോണിലെ ഫ്ലാഷ് ഒന്ന് ഓണാക്കി കാലിലേക്ക് അടിച്ചു. ചെറുവിരലിൻ്റെ ഭാഗം ഇത്തിരി ചുവന്ന് കിടപ്പുണ്ട്. നല്ല വേദനയുണ്ട്. കുഴപ്പമില്ല ഗോവിന്ദ്, രാവിലെ ആകുമ്പോൾ മാറിക്കോളും. അവളുടെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി. പിന്നെ മെല്ലെ വിരലിലേക്കും കാൽപാദത്തിൽ പടരുന്ന തണുപ്പിൽ നിന്നാണ് അവൾ മനസ്സിലാക്കിയത് അവൻ്റെ വായ്ക്കുള്ളിലാണ് തൻ്റെ വിരലുകളെന്ന്. ഗീത ഒന്ന് പിടഞ്ഞു പോയി. ശരീരമാസകലം കുളിർന്നു കയറുന്ന പോലെ. അവൾ കാലൊന്ന് പിൻവലിക്കാൻ ശ്രമിച്ചു. ഗോവിന്ദ്, വേണ്ട. അവൻ മുഖമെന്നോർത്തി അവളെ നോക്കി. വേദന മാറിയോ? വെറുതെ. സത്യമായിട്ടും ഗോവിന്ദ്, ഞാൻ വിശ്വസിച്ചു. അവൻ്റെ മുഖത്തെ ചിരി അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അവൻ കാലിൽ നിന്നും പിടിവിട്ടു. ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ഗീത കാലുകൾ പിൻവലിച്ചുകൊണ്ട് ഗൗരിയുടെ അപ്പുറം ചാടിക്കിടന്നു. അവനിപ്പുറവും. ഗോവിന്ദ് ചെരിഞ്ഞൊന്ന് കിടന്നുകൊണ്ട് ഗൗരിയുടെ മേലെ കൂടി കൈനീട്ടി ഗീതയുടെ വയറിലേക്ക് വെച്ചു. ആ നിമിഷം അവളും ചെരിഞ്ഞു കിടന്നു. മൗനം നിറഞ്ഞെന്ന ആ നിമിഷങ്ങൾക്കൊടുവിൽ ഇരുവരും എപ്പോഴും നിദ്ര പ്രാപിച്ചിരുന്നു. ഗൗരിയെ സ്കൂളിലാക്കാനുള്ള തത്രപ്പാടിലാണ് ഗീത. രാവിലത്തേക്കുള്ളത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഗോവിന്ദ് നല്ല ഉറക്കമാണ്. അവനായി വെച്ച കോഫി ഇപ്പോൾ തണുത്താറിയിട്ടുണ്ട്. അതൊന്നുകൂടി ചൂടാക്കി ഫ്ലാസ്കിലേക്ക് പകർത്തി ഗീത ഗൗരിയെ വിളിക്കാനായി റൂമിലേക്ക് നടന്നു. അച്ഛനും മകളും കെട്ടിപ്പിടിച്ച് കിടന്നുറക്കും. കുറച്ചു നേരം ആ കാഴ്ച അവൾ കണ്ടു നിന്നു. ശേഷം ഒന്ന് കുനിഞ്ഞെന്നുകൊണ്ട് ഗോവിന്ദൻ്റെ മുകളിലൂടെ ഗൗരിയുടെ നേരെ കൈ നീട്ടി. പക്ഷെ നീട്ടിയ കൈ അതുപോലെ തന്നെ പിൻവലിച്ചു. പിന്നെ ഒന്നും നോക്കാതെ അവൻ്റെ കൂടെ കീറിയങ്ങ് കിടന്നു. ആ നിമിഷം തന്നെ അവനും അവളുടെ നേരെ തിരിഞ്ഞു കിടന്നിരുന്നു. അവളൊന്ന് നെട്ടി.
ഈശ്വര, ഒരു കാര്യമില്ലായിരുന്നു. അവൻ അവളെ ചേർത്തങ്ങ് പിടിച്ചു. എന്തിനെന്നെ രാവിലെ തന്നെ കൊതിപ്പിക്കുന്നേ? കണ്ണുകളടച്ചാണ് സംസാരിക്കുന്നേ. ഗീത അവനെ ഒന്ന് നോക്കി. ഒരുപാട് പണിയുണ്ടായിരുന്നില്ലേ? വീണ്ടും അവൻ്റെ ശബ്ദം. അവളൊന്ന് മൂളി. എന്നിങ്ങനെ പോട്ടെ, എനിക്ക് ഭയങ്കര ക്ഷീണമായിപ്പോയി. അല്ലെങ്കിൽ ഞാനും കൂടെ വന്ന് സഹായിക്കാമായിരുന്നു. എനിക്ക് ചെയ്യാവുന്ന പണിയൊക്കെ ഉള്ളു ഗോവിന്ദ്. പിന്നെ സഹായിക്കാമെന്ന് പറയാനുള്ള മനസ്സുണ്ടായല്ലോ, അത് തന്നെ വലിയ കാര്യം. പഴയ ഗോവിന്ദ് എങ്ങനെയായിരുന്നു? സഹായിക്കുമായിരുന്നു തന്നെ. അവൻ കണ്ണുകൾ തുറന്നു. സഹായിക്കാൻ വേണ്ടി അടുക്കളയിലേക്കൊക്കെ വരും. പക്ഷേ അവൻ കൈത്തലയിൽ താങ്ങി അല്പം ഉയർന്ന് കിടന്നു. ഒന്നും ചെയ്യാൻ അറിയില്ല ഗോവിന്ദിന്. അവസാനം എന്നെ ഓടിച്ചു വിടും. അതാണോ? ഞാൻ കരുതി ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന്. പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ ഒന്നുയർന്ന് പൊങ്ങി അവൻ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂത്തിരുന്നു. ഗോവിന്ദിൻ്റെ ചലനം, പല്ലുകളായി നിറങ്ങുന്ന വേദന, ദ്രുതഗതിയിൽ ഉയർന്ന് താഴ്ന്ന മാറിടം, അതിനൊപ്പം അടിവയറ്റിൽ ഉരുണ്ടുകൂടുന്ന ചില മാറ്റങ്ങൾ. ഗോവിന്ദ് അവളെ കൊതിയോടെ നോക്കി. എന്തൊരു ഭംഗിയെ പെണ്ണ് നിനക്ക്! ചുവന്ന് തുടുത്ത ചെമ്പരത്തി പൂ പോലെ ഗീത. ഗൗരിക്ക് സ്കൂളിൽ പോകണം. അവനൊന്നും മൂളി. ഞാൻ പൊക്കോട്ടെ? വേണ്ട, എന്നെ ഇങ്ങോട്ട് വന്ന് പ്രലോഭിച്ചല്ലേ നീ. അപ്പോ അതിന് പരിഹാരം കണ്ടിട്ട് പോയാൽ മതി. ഞാൻ എന്ത് വേണമെന്ന? നഷ്ടപരിഹാരമായി ഒരു ഉമ്മ തരണം. തരുമോ? എവിടെ തരും? ചുണ്ടിൽ. എന്താ വേണ്ടേ? അവളുടെ കൂർത്ത നോട്ടം. വേണം. ഇത്തവണ പതറിപ്പോയത് അവനാണ്. ഗീത ഇരു കൈകളും അവൻ്റെ കഴുത്തിൽ കൂടെ ചുറ്റി താഴേക്ക് ഒരു വലി. ഗോവിന്ദ് അവളുടെ മുകളിലേക്ക് അമർന്നു. ഒപ്പം തന്നെ അവൾ അവൻ്റെ മുഖം തന്നോട് അടുപ്പിച്ചു. ആ തടിച്ചു നിൽക്കുന്ന അതരങ്ങൾ മെല്ലെ കടിച്ചെടുത്തു. തൻ്റെ വായിലേക്കിട്ടൊന്ന് നുണഞ്ഞു. അത്രയും മൃദുലമായ ചുംബനം ആദ്യമായി അനുഭവിക്കുന്ന പോലെ അവന് തോന്നി. പക്ഷെ അവൾ നിർത്തിക്കളഞ്ഞു. അവൾ നിർത്തിയെടുത്തെന്നു അവൻ ആരംഭിച്ചു. ചുണ്ടുകളും അവളുടെ മുഖവും മറികടന്ന് താഴേക്ക് ടോപ്പ് എന്ന് പറഞ്ഞ് താഴ്ത്തി. ആ വയറിലെ പാടുകളിലൂടെ ഒന്ന് മിഴികൾ ഓടിച്ചു. ഇവിടല്ലേ എൻ്റെ ഗൗരി കെട്ടി കിടന്നേ? വല്ലാത്തൊരു വാത്സല്യം തോന്നി അവന്. അമർത്തി ചുംബിച്ചു. ഗീത വിശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. ഗോവിന്ദ് തല ചിരിച്ചു. അവിടങ്ങ് കിടന്നു. ഗീത അവൻ്റെ മുടികളിലൂടെ വിരലോടിച്ചു. അവൻ മുഖമൂർത്തി അവളൊന്ന് നോക്കി. പൊക്കു. ഇനി പൊക്കോളാൻ. കുഞ്ഞിന് വിടണ്ടേ? അവനൊന്ന് മാറിക്കൊടുത്തു. ഗീത മനസ്സോടെ എഴുന്നേറ്റു. ഗോവിന്ദ്, കോഫി എടുക്കട്ടെ? ഇപ്പോൾ വേണ്ട, ഞാൻ ഒന്ന് ഫ്രഷ് ആകട്ടെ. അവൾ തിരിഞ്ഞു നടന്ന സമയം തന്നെ അവൻ കൈയെത്തിച്ച് ടേബിളിലിരുന്ന ഫോൺ എടുത്ത് ഓൺ ചെയ്തു ഉടനെ വന്നു ചിത്രയുടെ കോള്. നാശം പിടിക്കാൻ. അവൻ ദേഷ്യത്തോട് കോൾ കട്ട് ചെയ്തു. അപ്പോഴേക്കും വാട്സപ്പിൽ കുറേയധികം മെസ്സേജുകൾ. അവരെ ബ്ലോക്ക് ചെയ്ത് കളയാൻ എന്ന ഉദ്ദേശത്തോടെയാണ് അവൻ മെസ്സേജുകൾ തുറന്നു നോക്കിയത്. പക്ഷേ അത് വായിച്ചതും അവലൊരു തരിപ്പ് പടർന്നു കയറി. അഞ്ജലി ആത്മഹത്യ ചെയ്തു. ഏറെ നേരം അവൻ ഫോൺ പിടിച്ചു അങ്ങനെ നിന്നു. അവൾ അറിയിച്ച മരണം. എന്നാൽ അവൻ ഞെട്ടിയത് അവൾ എഴുതിയ മരണമൊഴി കണ്ടാണ്. ഇനിയൊരു ജന്മം പിറവിയെടുക്കുമെങ്കിൽ നിനക്കായി ഞാൻ കാത്തിരിക്കും. ഈ ജന്മം മാത്രമല്ല, അടുത്ത ജന്മത്തിലും അവന് ഗീതയെ മാത്രം മതിയെന്ന് അവൾക്കറിയില്ലല്ലോ. അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആയം അറിയില്ലല്ലോ. ഗോവിന്ദ്, എന്തു പറ്റി? ഗീത അവൻ്റെ തോളിലൊന്ന് പിടിച്ചു. അവനിരിക്കുകയായിരുന്നു. അവളെ കണ്ടതും ഒരാശ്വാസം എന്ന പോലെ അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് ആ ദേഹത്തേക്ക് ചാഞ്ഞു. അഞ്ജലി ആത്മഹത്യ ചെയ്തു. ഗീതയിൽ അതൊരു ഞെട്ടലുണ്ടാക്കിയെങ്കിലും അവളത് പുറമെ പ്രകടിപ്പിച്ചില്ല. എന്തൊക്കെ പറഞ്ഞാലും മരണത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. എങ്കിലും അവളൊരു ചോദ്യം മാത്രം അവനോട് ചോദിച്ചു. ഇങ്ങനെ വിഷമിക്കാനും മാത്രം അവൾ അത്രയ്ക്കിഷ്ടമായിരുന്നു. അവൻ മുഖമൂർത്തി അവളൊന്ന് നോക്കി. ഇഷ്ടമുള്ളത് കൊണ്ടല്ല, അത്ര പെട്ടെന്നൊരു മരണം അവൾ സ്വീകരിക്കരുതായിരുന്നു. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം കണ്ട് അവൾക്ക് തല പിരിക്കണം. അങ്ങനെ ചിന്തകളാൽ കുമിഞ്ഞുകൂടി ഭ്രാന്ത് പിടിച്ചതുപോലൊരു ജീവിതം. അതായിരുന്നു ഞാൻ അവൾക്ക് നൽകിയ ശിക്ഷ. പക്ഷേ വളരെ വേഗം ഒരു മരണം നൽകി ഈശ്വരൻ അവളെ രക്ഷിച്ചിരിക്കുന്നു. കാണാൻ പോകുന്നുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല ഗീത. അഞ്ജലി നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹം മാത്രമാണ്. 5 വർഷം വെറുതെ പോയില്ലേ? ഇനിയെങ്കിലും ജീവിക്കേണ്ട നമുക്ക്. പിന്നെ ഇന്നലെ ഞാൻ അവളെ കണ്ടിരുന്നു. ഗോവിന് നടന്ന സംഭവങ്ങളൊക്കെ അവളെ പറഞ്ഞ് കേൾപ്പിച്ചു.
ഒരു സിനിമ കാണുന്ന പോലെ തോന്നി അവൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വന്ന കണ്ണും മൂക്കും കാണില്ല. ഞാൻ തന്നെ എന്തോ ഒരു പേടിച്ചിരിക്കുന്നു. അവളുടെ പറച്ചിൽ കേട്ട് അവന് ചിരി വന്നു. ഇനി പേടിക്കണ്ട, ഗീതാ വിശ്വനാഥനോട് മാത്രം ഗോവിന്ദ് ദേഷ്യപ്പെടില്ല. പക്ഷേ എനിക്ക് ആ ദേഷ്യം ഇഷ്ടമാണെങ്കിലും. ആണോ? ആന്നേ, എനിക്ക് ദേഷ്യപ്പെടട്ടെ. അവൻ താടി ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി. ആ, ദേഷ്യപ്പെട്, പക്ഷേ ഞാൻ പേടിക്കില്ല. അതൊക്കെ പണ്ടത്തെ ഗീത. പേടിപ്പിക്കാനുള്ള വഴിക്ക് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇത് ചെയ്ത ഗീത വാക്കുകളൊന്ന് ഊങ്ങി പറഞ്ഞു. ചെയ്ത കുറച്ചു നാൾ കഴിയുമ്പോൾ മറ്റൊരെണ്ണം കൂടതെ ഇതുപോലെ കിടക്കും. നമ്മളുടെ ഗൗരിയുടെ അനിയൻ ബാബ. പരിഭ്രമത്തിൽ ഒളിപ്പിച്ച അവളുടെ മുഖം അവന് കണ്ണെടുക്കാൻ തോന്നിയില്ല. എന്താ വേണ്ടേ? ഗോവിന്ദ്, ഞാൻ പോട്ടെ. എത്ര നാളിങ്ങനെ രക്ഷപ്പെട്ട് നടക്കും? ഗോവിന്ദ്, ഭാമ വിളിച്ചിരുന്നു. അവൾ പെട്ടെന്ന് വിഷയം മാറ്റി. ഭാമയോ? ഏത്? എൻ്റെ അനിയത്തി. ഓ സോറി. അവളെന്ത് ചെയ്യുക? തുണിക്കടയിലാ. ബാക്കി പറയാൻ മുമ്പ് തന്നെ ഗൗരി ഉണർന്നിരുന്നു. പിന്നെ അവളെ കുളിപ്പിച്ചൊരുക്കി ആഹാരം കൊണ്ട് സ്കൂളിലാക്കാനുള്ള തിരക്ക്. അച്ഛനും മോളും കൂടിയാണ് സ്കൂളിൽ പോകാൻ ഇറങ്ങിയത്. അപ്പോൾ ഗൗരിക്ക് ഭയങ്കര വാശി, അമ്മയും കൂടി ചെല്ലണമെന്ന്. അങ്ങനെയാണ് അവൾ അവരുടെ കൂടെ ഇറങ്ങിയത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവൾ സാരി ഉടുത്തു. അവൻ ഏറ്റവും പ്രിയപ്പെട്ട സാരി. ഇന്നത് അവന് ഓർമ്മയില്ലെങ്കിൽ പോലും അവൾക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. അച്ഛനും മകളും കാറിനുള്ളിൽ അവൾക്കായി വെയിറ്റിങ്ങിലാണ്. ഗൗരിക്കുട്ടി, അമ്മയെ കാണുന്നില്ലല്ലോ, നമുക്ക് പോയാലോ? ഇത്ര നേരം അമ്മ കൂടി വരണമെന്ന് വാശി പിടിച്ചവളാ പറയുന്നേ. അയ്യടാ, എൻ്റെ പെണ്ണില്ലാതെ ഞാൻ എങ്ങോട്ടും ഇല്ല. ഞാൻ വെറുതെ അവളെ ചൊടിപ്പിച്ചു. അപ്പം ഞാൻ പെണ്ണല്ലേ? അച്ചോടാ, എൻ്റെ മുത്തിനെ ഞാനങ്ങ് മറന്നു പോയല്ലോ. ഞാൻ മിണ്ടൂല. അവൾ ഇരു കൈയും കെട്ടി മുഖം തിരിച്ചിരുന്നു. കള്ളിപ്പെണ്ണെ, എനിക്കറിയാൻ പിണങ്ങിയിട്ടില്ലെന്ന്. അവൻ അവളെ കിളി കൂട്ടി. അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. പോകാം. ഗീതയുടെ ശബ്ദം. ഗൗരിയെ പിടിച്ചുകൊണ്ട് അവൻ പുറത്തേക്കൊന്ന് നോക്കി. ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയ നിമിഷം മഞ്ഞൾ പിങ്ക് കലർന്ന പൂക്കളോട് കൂടിയ സാരിയിൽ മനോഹരിയായ ഗീത. പോകാം. വീണ്ടും അവളുടെ ശബ്ദം. പെട്ടെന്ന് അവൾ നിന്ന് നോട്ടം പറിച്ചെടുത്തുകൊണ്ട് ഗൗരി ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇടിവിച്ച നിമിഷം ഗീത പിന്നിലെ ഡോർ തുറന്നകത്ത് കയറിയിരുന്നു. ഇടയ്ക്കിടെ അവളെ നോക്കിയാണ് അവൻ ഡ്രൈവ് ചെയ്തത്. എത്ര വേണ്ടെന്ന് വെച്ചാലും കണ്ണുകൾ അനുസരണയില്ലാതെ പിന്നിലേക്ക് പായുന്നു. മുന്നിലേക്ക് നോക്കി വണ്ടി ഓടിക്കുക ഗോവിന്ദ്. മുഖത്തേക്ക് പാറി വീഴുന്ന മുടികൾ കയ്യാൽ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു. സ്കൂളിൽ എത്തിയപ്പോൾ എല്ലാവരും അവർക്ക് ചുറ്റിനും കൂടി. ഗൗരിയുടെ അച്ഛനാണ് ഗോവിന്ദ് എന്നറിഞ്ഞതും എല്ലാവർക്കും അത്ഭുതം. അല്ലെങ്കിലും ഗോവിന്ദിനെ ആദ്യം കണ്ടത് മുതൽക്കേ ആശാദേവിക്ക് ആ സംശയം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് സാമ്യമാണ് ഗോവിന്ദും ഗൗരിയും തമ്മിൽ. ഗൗരി വലിയ സന്തോഷത്തോടെ തുള്ളിച്ചാടി നടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഗീതയുടെ ഉള്ളൊന്ന് കുളിർന്നു. ഗൗരിക്ക് ഇപ്പോഴാണ് ഒരു കുട്ടിത്തം വന്നതെന്ന് അവൾക്ക് തോന്നി. അവളൊന്ന് പുഞ്ചിരിച്ചു. ഗോവിന്ദ് അവളുടെ വിരലുകൾക്കിടയിലൂടെ തൻ്റെ വിരലുകൾ കോർത്തു. ഇനിയൊരിക്കലും തനിച്ചാക്കില്ലെന്ന് പറയാതെ പറയുന്നത് പോലെ. പോകാം. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ ടീച്ചറെ, വൈകിട്ട് വിളിക്കാൻ വരാം. ശരി, ആയിക്കോട്ടെ. വീണ്ടും കണ്ടതിൽ സന്തോഷം. പിന്നെ എന്നോട് പിണക്കൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തിന്? ഇതിപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള വിശ്വാസം ഒന്നുകൂടെ കൂടിയതല്ലാതെ അല്പം പോലും കുറഞ്ഞിട്ടില്ല. ഗോവിന്ദ് അത് പറഞ്ഞപ്പോൾ അവരുടെ മുഖം തെളിഞ്ഞു. ഗീത എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഇരുവരെയും മാറി മാറി നോക്കി. എന്താ സംഭവം? ഗൗരിയോട് യാത്ര പറഞ്ഞ് തിരികെ നടന്നപ്പോഴാണ് അവളുടെ ആ ചോദ്യം. നാട്ടിൽ വന്നതിന് ശേഷം ഞാനിവിടെ വന്നിട്ടുണ്ടോ ഒരു ഇനാഗുറേഷന്. ഗൗരിക്ക് സമ്മാനം നൽകിയത് ഞാനാ. അന്ന് ഞാൻ ഗൗരി ആദ്യമായി കാണുന്നത്. അവളെൻ്റെ മനസ്സിലങ്ങ് പതിഞ്ഞു പോയി. വല്ലാത്തൊരു ആത്മബന്ധം. ഒരുപക്ഷെ ഞാനുമായുള്ള സാമ്യമായിരിക്കും അതിന് കാരണമെന്ന് ഞാൻ ഓർത്തു. പിന്നീട് എപ്പോഴും ഞാൻ അവളെ കാണാൻ വരും. അങ്ങനെ ഒരു ദിവസം അവർ പറഞ്ഞു ഇനി അത് അനുവദിച്ച് തരില്ലെന്ന്. അച്ഛയെ പോലൊരാളെ കണ്ടുവന്ന് ഗൗരി പറഞ്ഞ കാര്യം അവൾ ഓർത്തു. എന്തായാലും അവളെൻ്റെ മോളത് നന്നായി. അതെന്താ? അല്ലെങ്കിൽ ഞാൻ വീണ്ടും അവളെ പോയി കണ്ടേനെ. ഇരുവരും കാറിനുള്ളിലേക്ക് കയറി. ഇനി ഇങ്ങോട്ടാ? ഗോവിന്ദ് അവളെ ഒന്ന് ചെരിഞ്ഞു നോക്കി. ഇങ്ങോട്ടെങ്കിലും. ഇങ്ങൊരു സിനിമയ്ക്ക് പോയാലോ? ഗോവിന്ദിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമല്ല, തൻ്റെ ഇഷ്ടത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നേ. പോവാം. നേരെ തിയേറ്ററിലേക്ക്. ഏതൊരു ഹൊറർ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു കയറുമ്പോൾ ആദ്യമായി തിയേറ്ററിൽ കയറുന്നവളെ അവനൊന്ന് അത്ഭുതത്തോടെ നോക്കി. താൻ ആദ്യമായിട്ടാണോ തിയേറ്ററിൽ? അതെന്താ? തന്നെ ഗോവിന്ദ് ഇതിനു മുമ്പ് കൊണ്ടുപോയിട്ടുണ്ടോ? അവൻ അതിശയം.
അതിന് ഗോവിന്ദനെ എപ്പോഴും തിരക്കല്ലേ. പിന്നെ എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകാൻ ഇറങ്ങിയ ചിത്രാൻ്റെ തടസ്സം പറയും. പിന്നെ അഞ്ജലിയും കാണും. നമ്മൾ എവിടെ പോയാലും ഓ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ രാത്രിയിൽ എങ്ങനെ നമ്മുടെ കൂടെ കിടക്കാൻ അഞ്ജലിയും കാണുമോ? അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി. അതിന് എന്നെപ്പോലും കൂടെ കിടത്തിയിട്ടില്ല ഗോവിന്ദ്. പിന്നെ അഞ്ജലി കൂടെ കിടക്കാതെ എങ്ങനെ പെണ്ണെ ഗൗരി ഉണ്ടായത്? അതന്നുണ്ടല്ലോ നമ്മൾ അമ്പലത്തിൽ പോയത്. അന്ന് രാത്രി എന്താ സംഭവിച്ചേ? അവനെല്ലാം അറിയണം. ഗീതയ്ക്കാണെങ്കിൽ എല്ലാം തുറന്ന് പറയാൻ മടി. പറയ ഗീത. ഗൗരി ചിണങ്ങുന്ന പോലെ അവനൊന്ന് ചിണങ്ങി. അന്നത്തെ രാത്രിയുടെ ബാക്കി പത്രമാണ് ഗൗരി. മനസ്സിലായോ? അന്ന് മാത്രം നമ്മൾക്കിടയിൽ ഒരു ഫിസിക്കൽ റിലേഷൻ നടന്നിട്ടുള്ളൂ. പിന്നെ 2-3 വട്ടം. വാട്ട് ദ ഹെൽ? അവനോട് തന്നെ ദേഷ്യം തോന്നി. ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടോ ഞാൻ? വാക്കിൽ നിറഞ്ഞ സങ്കടം അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി.